തെക്കൻ ഇറ്റലിയിൽ ഹോളിവുഡ് ആക്ഷൻ സിനിമകളെ വെല്ലുന്ന അതിസാഹസികമായ കൊള്ളശ്രമം. പുഗ്ലിയ മേഖലയിലെ സ്റ്റേറ്റ് റോഡ് 613-ലാണ് ആക്രമണം നടന്നത്. വൻ ആയുധശേഖരവുമായി എത്തിയ ക്രിമിനൽ സംഘം ഹൈവേ ഉപരോധിച്ച് പണം കൊണ്ടുപോയ കവചിത വാഹനം ബോംബ് വെച്ച് തകർത്തു. പോലീസായി വേഷം മാറിയെത്തിയ സംഘം നടു റോഡിൽ നടത്തിയ വെടിവെപ്പും സ്ഫോടനവും ഇറ്റലിയെ നടുക്കിയിരിക്കുകയാണ്. പോലീസിന്റേതിന് സമാനമായ ഫ്ലാഷിംഗ് ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനങ്ങളിലാണ് കൊള്ളക്കാർ എത്തിയത്. ആദ്യം ഹൈവേയിൽ ഒരു ട്രക്കിന് തീയിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തിയ ഇവർ ഭയന്നുപോയ യാത്രക്കാരുടെ മുന്നിലൂടെയാണ് കവചിത വാഹനത്തിന് നേരെ പാഞ്ഞെടുത്തത്. കലാഷ്നിക്കോവ് തോക്കുകളുമായി മുഖംമൂടി ധരിച്ച 6ഓളം പേരാണ് സംഘത്തിലുണ്ടായിരുന്നത്. പണം കടത്തുന്ന ബാറ്റിസ്റ്റോളി കമ്പനിയുടെ വാനിനെയാണ് ഇവർ ലക്ഷ്യം വെച്ചത്. കവചിത വാഹനം റോട്ടിൽ പൊട്ടിത്തെറിക്കുമ്പോൾ കൊള്ളക്കാർ ഒരു കാറിന് പിന്നിൽ കുതിച്ചു കയറുന്നത് ദൃശ്യങ്ങളിൽ കാണാം. തീജ്വാലകളും അവശിഷ്ടങ്ങളും വായുവിലേക്ക് ഉയരുകയായിരുന്നു. വാഹനമോടിക്കുന്നവർ പകർത്തിയ മറ്റ് ക്ലിപ്പുകൾ മുഖംമൂടി ധരിച്ച 6 പ്രതികൾ വെളുത്ത ഓവറോൾ ധരിച്ച് ആയുധങ്ങളുമായി വാഹനങ്ങൾക്കിടയിലൂടെ നീങ്ങുന്നതായി കാണാം. പതിയിരുന്ന് നടത്തിയ ആക്രമണത്തിൽ കുടുങ്ങിപ്പോയ മറ്റു ഡ്രൈവർമാരെയും ഇവർ കൊള്ളയടിച്ചതായി ഇറ്റാലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. തുടർന്ന് പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. ഇവരെ പിന്തുടർന്ന പോലീസ് അക്രമികൾക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്തു. പിന്നീട് അക്രമികൾ സഞ്ചരിച്ചിരുന്ന വാഹനം ഒരു പ്രദേശത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഒടുവിൽ പണം കിട്ടാതെ പാളിയ ദൗത്യമായി അത് മാറി. സമീപത്ത് കാൽനടയായി രക്ഷപ്പെടാൻ ശ്രമിച്ച ഒരാളെ അറസ്റ്റ് ചെയ്തു. അയാളെയും മറ്റൊരു ഗുണ്ടാ സംഘത്തിലെ അംഗത്തെയും കസ്റ്റഡിയിലെടുത്തു. ഏതായാലും കവർച്ച ഒടുവിൽ പരാജയപ്പെടുകയായിരുന്നു. ഇത്രയേറെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടും കൊള്ളക്കാർക്ക് പണം കൈക്കലാക്കാൻ സാധിച്ചില്ല എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയം. വാൻ തകർത്തെങ്കിലും ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ കാരണം പണം പുറത്തെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പോലീസ് പിന്തുടർന്നതോടെ കൊള്ളക്കാർ സമീപത്തെ കാർഷിക മേഖലകളിലേക്ക് കാറുകൾ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞു. രക്ഷപ്പെടുന്നതിനിടയിൽ ഇവർ വഴിപോക്കരുടെ വാഹനങ്ങൾ തോക്കു ചൂണ്ടി തട്ടിയെടുക്കുകയും ചെയ്തു. പോലീസ് നടത്തിയ തിരച്ചിലിനൊടുവിൽ 2 പേരെ പിടികൂടിയിട്ടുണ്ട്. ഫോജിയ മേഖലയിൽ നിന്നുള്ള കുപ്രസിദ്ധമായ സായുധ കവർച്ചാ സംഘങ്ങളാണ് ഇതിന് പിന്നിലെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കവചിത വാഹനങ്ങൾ കൊള്ളയടിക്കുന്നതിൽ വൈദഗ്ധ്യമുള്ള ക്രിമിനലുകളുടെ നാടാണ് ഫോജിയ. ബാക്കിയുള്ള പ്രതികൾക്കായി ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കവചിത വാഹനങ്ങൾ ആയുധങ്ങളുമായി എത്തി കൊള്ളയടിക്കുന്നതിൽ വൈദഗ്ധ്യം നേടിയ സംഘങ്ങളുടെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന ഫോജിയ പ്രദേശത്തു നിന്നുള്ളവരാണ് കൊള്ളക്കാർ എന്ന് ഇറ്റാലിയൻ വാർത്താ ഏജൻസിയായ സ്കൈ TG24 റിപ്പോർട്ട് ചെയ്തു. ആർക്കും പരിക്കേറ്റിട്ടില്ല എന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. പോലീസ് 2 പ്രതികളെ കൂടി തിരയുകയാണ്. സഹപ്രവർത്തകരുടെ പ്രൊഫഷണലിസം, സംയമനം, കടമബോധം എന്നിവ കാരണമാണ് വലിയ തോതിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകാത്തത് എന്നാണ് അധികൃതർ വിശദീകരിച്ചത്. എന്തായാലും പിടിയിലായവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.